നമുക്കൊരു ചിക്കൻ നാടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വലിയ കുക്കൊന്നും അല്ല, എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് പറയണേ. നമുക്ക് ഇച്ചിരി ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് നമ്മൾ അരച്ച് വെച്ച് ഇതിന് കുറച്ചെടുത്ത് നമ്മൾ ചിക്കനിൽ ഫ്രൈ ചെയ്യാനിടാം. ഒരല്പം ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ എന്താണ് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുവാണ്. നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മതി. ഇത് നല്ലപോലെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്തിടാം. ഞാനിപ്പം ചിക്കൻ ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ടിട്ട് രണ്ടായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ബാക്കി ഞാൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ലാത്ത കൊണ്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ആ ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ ബാക്കി അടച്ച് വെച്ച് മസാല ചേർക്കുകയാണ്. നല്ലപോലെ മണം വരുന്ന പരുവത്തിലാവുമ്പം നമുക്ക് ബാക്കി ഓണിയനൊക്കെ ചേർക്കാം. ഇതിപ്പോൾ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഓണിയൻ ഇട്ട് കൊടുക്കും. നമ്മളിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ചേർത്താൽ മതി. ഞാൻ എൻ്റേതായിട്ടുള്ള അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. അത് ആവശ്യം നോക്കിയിട്ട് 2 മിനിറ്റ് കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊട്ടാറ്റോസ് എടുത്ത് ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ സ്ലൈസ് അല്ല, ഒരു മീഡിയം ഇതിൽ സ്ലൈസ് എടുക്കും. സാധാരണ നമ്മൾ ചിക്കൻ കറി ഇടുന്നതിനേക്കാളും ചെറുതായിട്ട് ഈ ഒരു തിന്നായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫ്രൈ ആക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പം ഈ നല്ലപോലെ ഫ്രൈ ആയതിൽ അതിട്ട് നല്ലപോലെ ഒന്ന് വിരവി കൊടുക്കുക. നമ്മളെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഓപ്പൺ பண்ண നമ്മൾ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടിയിൽ നിന്നൊന്ന് എടുത്ത് കൊടുക്കണം. അപ്പോഴേ അത് നല്ലപോലെ വേഗത്തുള്ളൂ. നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട് ഒരു കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വേകാനായിട്ടാണ് നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് ഇത് മിക്സാക്കി കൊടുക്കുന്നത്. കാരണം ഇതിൽ കിടന്ന് ഫ്രൈ ആകുന്ന പൊട്ടറ്റോയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി, എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആവി പറക്കുന്നുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ല ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നന്നായിട്ട് ടേസ്റ്റായിട്ട് കഴിക്കാം.